പൊളിറ്റിക്കൽ കണ്ടീഷൻ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ മനുഷ്യന് റിലീജിയന്റെ ആവശ്യമില്ല, അല്ലെ മനുഷ്യന് സ്വാതന്ത്ര്യമേകുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ആവശ്യകതയെ അവിടെ ഇല്ല എന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. മാർക്സിനെ പറ്റി മാർക്സിനെ എതിരെ പറയുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം മതത്തെ എതിർക്കുന്നുണ്ടെന്നാണ്. പക്ഷേ മതത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: റിലീജിയൻ ഈസ് ദി ഹേർട്ട് ഓഫ് ഹേർട്ട്ലെസ് വേൾഡ് ആൻഡ് ദി സോൾ ഓഫ് സോൾലെസ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് ദി ഒപ്പിയം ഓഫ് ദി പീപ്പിൾ. ആ ഒപ്പിയം എന്നുള്ളത് മാത്രം കോട്ട് ചെയ്തിട്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ എഴുതുകയും സോഷ്യൽ മീഡിയയുടെ മുമ്പ് പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റു മാഗസിൻസിലോ പലരും വളരെ കൂടുതൽ വിമർശനത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അത് ഈ പുസ്തകത്തിനെ പരസ്യമായി അതിലെ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുകയും. പക്ഷെ മാർക്സിനെ ഒറ്റയടിക്ക് ഇങ്ങനെ വെള്ള പൂശുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം ഒരു ഗേ ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിത്യ മദ്യപാനിയായിരുന്നു, അല്ലെങ്കിൽ ദൈവനിഷേധിയായിരുന്നു, വ്യത്യസ്തമായിരുന്നു എന്നുള്ള കുറെ വിമർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പോത്തുപള്ളി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, കേരളത്തിലെന്നല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് മാർക്സിസം. മാർക്സിസവും അത് രൂപകൽപ്പന ചെയ്ത, അല്ലെങ്കിൽ അതുണ്ടാക്കിയെടുത്ത മാർക്സും ലോകത്ത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരള കോണ്ടസ്റ്റിലേക്ക് മാർക്സിസത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് മതത്തിനെതിരാണ് എന്നുള്ള ഒരു പ്രചരണമാണ് കേരളത്തിൽ അതിന് ലഭിച്ചു വന്നിട്ടുള്ളത്. അതായത് മാർക്സിസ്റ്റ് ആവുന്നവരെല്ലാം മതനിഷേധികളാണ്. അന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വലിയ മനുഷ്യൻ മാർക്സിസ്റ്റ്, അതിൽ ശരിയുണ്ട്. കാരണം അതിവിടുത്തെ ആ ഒരു ആശയങ്ങളുടെ വ്യതിചരിച്ചു വന്ന ഒരു ആശയങ്ങളുടെ പ്രശ്ന കാരണത്താൽ അദ്ദേഹം അള്ളാഹുവിനെ നിരാകരിക്കുന്ന പാർട്ടി ഇവിടെ വേണ്ട, കേരളം ഞാൻ ജീവിക്കുന്ന ലോകത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കൊടി വലിച്ചിട്ട ആ സംഭവം അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യതിചലനത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മാർക്സിസം, അതായത് ശരിക്കുള്ള ഒരു മാർക്സിസം, അത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്താണ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തൊഴിലാളി മുതലാളി വർഗ വ്യത്യാസം കൂടുതലായി വരുന്നപ്പോഴാണ് മാർക്സിനെ പോലത്തെ പല ചിന്തകരും ഇതിലേക്ക് മുന്നോട്ട് കടന്നുകൊണ്ടിരിക്കും. പല രീതിയിലുള്ള പലരും ഇത്തരത്തിലുള്ള ചിന്താധാരകളുമായിട്ട് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മാർക്സിൻ്റെ തിയറികൾ അല്ലെങ്കിൽ മാർക്സിൻ്റെ ചിന്താഗതി നമ്മുടെ സമൂഹത്തിന് ഏറ്റവും യോജിച്ചതാണെന്ന് നമുക്ക് തോന്നുമെന്ന് മാത്രമല്ല യോജിക്കേണ്ടതുമാണ്. എന്നിരുന്നാലും അത് ചില ഇടങ്ങളിൽ ഫ്രഞ്ച് പോലത്തെ അല്ലെങ്കിൽ റഷ്യ പോലത്തെ സ്ഥലങ്ങളിൽ അത് എങ്ങനെയാണോ മാർക്സ് കണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ വിപ്ലവത്തിലൂടെ ഭരണത്തിലേറി. പക്ഷേ ഒരു ദൂരങ്ങൾ പിന്നിട്ട് കടലുകളും കരകളും മറ്റും പിന്തള്ളി അത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് മറ്റൊരു വൻകരയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനും ഒരു ചേഞ്ച് വരും, ഒരു വ്യത്യാസം വരുന്നതാണ്. അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ കേരള കോണ്ടക്സ്റ്റിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലാണ് മാർക്സിസം കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. മാർക്സിസം ഒരു തിയറായി വന്നെങ്കിലും പിന്നെ അത് പൊളിറ്റിക്കൽ തിയറായി മാറുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോഴും മാർക്സിനെ പറ്റി മാർക്സിനെ എതിരെ പറയുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം മതത്തെ എതിർക്കുന്നുണ്ടെന്നാണ്. പക്ഷേ മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: റിലീജിയൻ ഈസ് ദി ഹേർട്ട് ഓഫ് ഹേർട്ട്ലെസ് വേൾഡ് ആൻഡ് ദി സോൾ ഓഫ് സോൾലെസ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് ദി ഒപ്പിയം ഓഫ് ദി പീപ്പിൾ. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ്, ആത്മാവില്ലാത്ത സാഹചര്യങ്ങളുടെ ആത്മാവാണ്, അതേപോലെ തന്നെ അത് മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ്.
ഇതിലൂടെ അദ്ദേഹം റിലീജിയൻ മനുഷ്യന് സമാധാനം നൽകുന്നു, അല്ലെങ്കിൽ സന്തോഷം, സങ്കടത്തിൽ നിന്നുള്ള ഒരു വിമോചനം എല്ലാം നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സാമ്പത്തികപരം, അദ്ദേഹത്തിന്റെ മെയിൻ കാഴ്ചപ്പാടായിരുന്നു ഈ സാമ്പത്തികവും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിലേക്ക് അതിൽ നിന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ, അതാണ് മനുഷ്യനെ റിലീജിയനിലേക്ക് എത്തിക്കുന്നത്. അതായത് സാമ്പത്തികവും രാഷ്ട്രീയപരമായ സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യന് റിലീജിയന്റെ ആവശ്യം വരുന്നത്. അതെല്ലാം ക്ലിയർ ആയി വരികയാണെങ്കിൽ, അതായത് ലോകത്തുള്ള സാമ്പത്തിക ക്രമം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ മനുഷ്യന് റിലീജിയന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ എന്ന് പറയുന്ന മനുഷ്യന് സ്വാതന്ത്ര്യമേകുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ആവശ്യകതയെ അവിടെ ഇല്ല എന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിലൂടെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി മാത്രം പറയുന്ന കുറച്ച് ആളുകൾ പറയുന്നത്, അദ്ദേഹം ഒപ്പിയം എന്നുള്ള വേർഡിനെ ആണ് അവിടെ ആളുകൾ പ്രശ്നമായി വൽക്കരിക്കുന്നത്. ആ ഒപ്പിയം എന്നുള്ളത് മാത്രം കോട്ട് ചെയ്തിട്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ എഴുതുകയും, സോഷ്യൽ മീഡിയയുടെ മുമ്പ് പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റു മാഗസിൻസിലോ മാത്രം എഴുതി ഇത് തികച്ചും മാർക്സിസം എന്നുള്ളത് ഒരു എത്തിസത്തിൻ്റെ ഒരു പര്യായമായിട്ട് പലരും കൊണ്ടു നടന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാസ്തവം അതല്ലെങ്കിലും നമുക്ക് സമൂഹത്തിൽ പലരും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. എവിടെയാണ് ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമായ ദാസ് ക്യാപിറ്റലിലൂടെയാണ്. ദാസ് ക്യാപിറ്റലിൽ തന്നെ പല ഭാഷകൾ പല തവണ പല എഡിഷനുകളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജർമ്മൻ ഭാഷയിൽ തന്നെ 2, 3, 4 എഡിഷനിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ചിൽ അതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിനേക്കാളും കൂടുതൽ എഡിഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഭാഷയിലും പല എഡിഷനിൽ. പക്ഷേ ഓരോ എഡിഷനിലും ഏത് എഴുത്തുകാരനാണോ നടത്തുന്നത് അല്ലെങ്കിൽ പുനരാഖ്യാനം നടത്തുന്നത് അവരുടേതായ ചിന്തകൾ അതിൽ കയറ്റുന്നുണ്ട് എന്നതാണ്. ദാസ് ക്യാപിറ്റലിൻ്റെ 1ാമത്തെ എഡിഷനിൽ തന്നെ ഈ മാർക്സ് എന്ന വ്യക്തി ഇദ്ദേഹം പല രീതിയിലും പല കാര്യങ്ങളോടും വിമുഖത പുലർത്തുന്നുണ്ട്. ദൈവത്തോടാണെങ്കിലും പ്രകൃതിയോടാണെങ്കിലും മറ്റു സ്ത്രീ വിഷയം, അങ്ങനെ പല രീതിയിലും ഈ ഒരു ഫസ്റ്റ് എഡിഷനിൽ ഒരു വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ഫസ്റ്റ് എഡിഷൻ ഇറങ്ങലോടുകൂടെ ഇത്തരത്തിലുള്ളൊരു പുസ്തകം സമൂഹത്തിൽ പെട്ടെന്ന് പടരുകയാണ് ചെയ്തത്. പെട്ടെന്ന് ആളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടന്ന് ആളുകൾ 18ാം നൂറ്റാണ്ടായതുകൊണ്ട് തന്നെ പലരും ചിന്താ പ്രവാഹമായിരുന്നു 18ാം നൂറ്റാണ്ടിൽ എന്നുള്ളത്. അപ്പോൾ പലർക്കും പല രീതിയിലായ ചിന്തകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള ഈ ചിന്തകൾ കണ്ട് പലരും വളരെ കൂടുതൽ വിമർശനത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഈ പുസ്തകത്തിനെ പരസ്യമായി അതിലെ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുകയും പല സോഷ്യലിസ്റ്റ് നേതാക്കളും, ഇദ്ദേഹം സോഷ്യലിസ്റ്റ് ഒരു പ്രധാന നേതാവായി അന്നത്തെ 18ാം നൂറ്റാണ്ടിൽ കണക്കാക്കപ്പെടുന്ന ആൾ, അപ്പോൾ അതിൽ പല സോഷ്യലിസ്റ്റ് നേതാക്കളും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് തന്നെ എഴുതുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വിമർശനം ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, ഈ ഫസ്റ്റ് എഡിഷൻ മാറ്റി സെക്കൻഡ് എഡിഷനിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എഡിഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയായിരുന്നു എന്നല്ല, പ്രധാനമായിട്ടും മാറ്റേണ്ട കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം മാറ്റുന്നുണ്ട്. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ സാമീപ്യം, അല്ലെങ്കിൽ മറ്റു ദൈവത്തോടുള്ളത്, സാമ്പത്തികം, അത്തരത്തിലുള്ള എല്ലാതും അദ്ദേഹം മാറ്റുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്നിരുന്നാലും ജനങ്ങൾ ഫസ്റ്റ് എഡിഷനിൽ മാത്രം ഒതുങ്ങി കൂടുന്നു എന്നതാണ് നമുക്ക് പോയും കാണാൻ സാധിക്കുന്നത്. പക്ഷേ മാർക്സിനെ ഒറ്റയടിക്ക് ഇങ്ങനെ വെള്ള പൂശുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്തെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ഗേ ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിത്യ മദ്യപാനിയായിരുന്നു, അല്ലെങ്കിൽ ദൈവനിഷേധിയായിരുന്നു, വ്യത്യസ്തമായിരുന്നു എന്നുള്ള കുറേ വിമർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒറ്റയടിക്ക് വെള്ളം പൂശുന്നതിന് ഞാൻ തീർത്തും യോജിക്കുന്നില്ല. കാരണം ഒരു ദൈവനിഷേധിയായ അല്ലെങ്കിൽ ഗേ ആയ അല്ലെങ്കിൽ മദ്യപാനിയായ ഒരു മനുഷ്യനിൽ നിന്നും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ വന്നതാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ഐഡിയോളജികളും എല്ലാം അത്തരത്തിൽ വന്ന കുറെ അദ്ദേഹം തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മദ്യപാന ജീവിതം, അദ്ദേഹത്തിന്റെ ഗേയിസം, അതെല്ലാം അദ്ദേഹത്തിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്ന ആ ഒരു പുസ്തകത്തെ വളരെ നല്ല രീതിയിൽ വളരെ നല്ല മാർജിനിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിൽ പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് 18-ാം നൂറ്റാണ്ടുകളിലോ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടുകളിലോ കടന്നു വന്നിട്ടുള്ള ചിന്തകർ പ്രധാനമായും സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവരോ അല്ലെങ്കിൽ മതപരമായി എന്തെങ്കിലും അനീതി ഏൽറ്റവരോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. മാർക്സിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഈ ഗേ അല്ലെങ്കിൽ ഇത് മാത്രമല്ല, അതിലുപരി നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡാസ്കാപ്പിലും ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു ഈ സാമ്പത്തികമായ അറിവിനെ ഇത്തരത്തിൽ ഇദ്ദേഹം വിശകലനം ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകും, ഇദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പിന്തള്ളപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് തിരിച്ചു വന്ന ആളാണോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിരുന്നാലും വാസ്തവം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ഏകദേശം അദ്ദേഹം ഒരു സമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ എഴുതി ഡാസ്കേപ്പിലും മറ്റും കാര്യങ്ങളൊക്കെ എഴുതി അല്ലെങ്കിൽ ഈ സ്ത്രീ ലംബടനായിട്ടും മറ്റും കള്ളും കുടിച്ചൊക്കെ ജീവിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു പോകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള പൈസ അവിടെ തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഇത് ബാക്കിലുള്ള പൈസ പോലും എടുക്കാണ്ട് അദ്ദേഹം പൈസക്ക് അന്നത്തെ ഏറ്റവും വലിയ ആ നാട്ടിലെ മില്ലുടമസ്ഥന് കത്തയക്കുന്നുണ്ട്. ഏകദേശം ഒരു 20,000-ഓളം സ്വർണ്ണ നാണയങ്ങൾ ആവശ്യപ്പെട്ടിട്ട്. ഇത്രയും സമ്പന്നനായിട്ടായിരുന്നു അദ്ദേഹം ആഡംബരമായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഈ മാർക്സ് എന്നുള്ള വ്യക്തി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിഷയത്തിന്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം നമ്മൾ കേരളത്തിന്റെ ആ സാഹചര്യവും ശരിക്കും മാർക്സിസവും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരുന്നു നമ്മളെ ചർച്ച. ഇനി എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. കേരളത്തിന്റെ കോൺടസ്റ്റിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ 1957 തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ആയിരുന്നു കേരളത്തിലേത്. അപ്പോൾ അതിനു മുമ്പ് 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ലെനിന്റെ കീഴിൽ അവിടെ റഷ്യയിൽ അവരധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അത് വിപ്ലവത്തിന്റെ രീതിയിലായിരുന്നു. അത് തീർത്തും മാർക്സിസത്തിനോട് അല്ലെങ്കിൽ ആ ഒരു വർഗസമരം ആ എല്ലാ ഒരു രീതിയോടും യോജിച്ച രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തീർത്തും മാറുകയാണ്. ജനാധിപത്യപരമായ രീതിയിലൂടെ തെരഞ്ഞെടുപ്പിലോട് കൂടി മാത്രം തന്നെ മാർക്സിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തുകയാണ്. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ 1917-നും 1957-നും ഇടയിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാ ആശയങ്ങൾക്കും പൊരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആശയം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആ ഒരു ഉണ്ടായിരുന്ന ആ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ മാർക്സിസം തകർന്നു പോകും. അതിനെ പരിഷ്കരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വന്ന ഒരു പരിഷ്കരണം, കാലോചിതമായ പരിഷ്കരണമാണ് കേരളത്തിൽ സംഭവിച്ചത്. അതാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ കുറെ ആളുകൾ പറയുന്നവർ മാർക്സിസത്തിനെ എതിർക്കുന്നവർ പറയുന്നത് പോലെ അവർ റഷ്യയിൽ അവിടെ പോയി വിപ്ലവത്തിലൂടെ ജയിച്ച് ഇവിടെ ജനാധിപത്യ രീതി, ഇതെന്താ സംബന്ധം? അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മറിച്ച് കാലോചിതമായ ഒരു പരിഷ്കരണമായിട്ടാണ്. ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ തകർന്നു പോകും. പക്ഷെ എങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിലും കേരളത്തിൽ അവർ ആ ഒരു വന്നൊരു രീതി അല്ലെങ്കിൽ അവർ മുമ്പുണ്ടായിരുന്ന ആ ഒരു മാർക്സിസത്തിന്റെ സത്തയ ആ ഒരു അസിലിനെ അവര് കളഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ വന്നത്. കേരളത്തിലേക്ക് മാർക്സിസം കടന്നു വരുന്ന കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമഹായുദ്ധവും മറ്റും കഴിഞ്ഞ് ജനങ്ങൾ പീസ്
സമാധാനത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാർക്സിസം എന്നുള്ള ചിന്താഗതി കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് വീണ്ടും നമ്മൾ വിപ്ലവം മറ്റ് കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു വന്നാൽ അത് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അപ്ലിക്കബിൾ അല്ല. എന്നിരുന്നാലും ഒരു വലിയ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഭാഗത്ത് മാത്രം വിപ്ലവം നടത്തി മുന്നേറുക എന്നുള്ളത് വളരെ അതിന് പറ്റുന്നതല്ല. എന്നിരുന്നാലും കേരളത്തിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ വരുന്നത് മുതലാളി തൊഴിലാളി വർഗ സമരത്തിലൂടെയാണ്. എന്നാൽ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ജാതീയത എന്നുള്ളതിലേക്ക് മാറുന്നുണ്ട്. തികച്ചും നമ്മുടെ ഒരു മലബാർ ഏരിയകളിലേക്ക് അത് കുറവായിരുന്നെങ്കിലും ഇതിൻ്റെ തുടക്കം എന്നുള്ളത് തെക്കൻ കേരളത്തിലായിരുന്നു. അവിടെ ബംഗാളിലെല്ലാം വന്നതുപോലെ തികച്ചും ഒരു ജാതീയതയുടെ മൂർധന്യാവസ്ഥ എന്തായിരുന്നു, അതായിരുന്നു തെക്കൻ കേരളയിൽ അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ കുറെ സമയം നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാർക്സിസം അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ആവുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ അല്ല. ഒരു പക്ഷെ അവിടെ നോക്കുമ്പോൾ മാർക്സിയൻ ആവാം. അതെ, മാർക്സിയൻ ആവുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു ഐഡിയോളജി ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മറിച്ച് ഒരു മാർക്സിസ്റ്റ് ആവുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ആവുന്നതല്ല. ഒരു പക്ഷെ മാർക്സിയനായി അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി ഒരു പക്ഷെ മാർക്സിസ്റ്റിലേക്ക് മാറാം. എന്നിരുന്നാലും ഒരു മാർക്സിയനായിട്ട് ജീവിക്കുന്നതിൽ, ആ ഒരു ഐഡിയോളജി പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നതിൽ, അതായത് ഒരു മാർക്സിയൻ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുന്നത് ഒരു പ്രശ്നമുള്ള, അതായത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. മാർക്സിയ ആ ഒരു ഐഡിയോളജിയെ കടമെടുത്തുകൊണ്ട് ഇസ്ലാമികമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് അവസാനമായി പറയാനുള്ളത്. പോഡ്കാസ്റ്റ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.